ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ ഇറാൻ്റെ ഉള്ളിൽ 5 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി. ഈ പൊട്ടിത്തെറി തുടരെ സംഭവിച്ചതിനെ തുടർന്ന് ശരിക്കും ഇറാൻ്റെ ഉള്ളിലുള്ള ജനങ്ങൾക്ക് ഇച്ചിരി പേടിയായി. അമേരിക്ക ഇറാൻ്റെ മേളിൽ ഏത് നേരത്തും ആക്രമണം നടത്താമെന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുടരെ പൊട്ടിത്തെറികൾ സംഭവിച്ചത് ഇറാനിയൻ ജനങ്ങൾക്കിടയിൽ ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം ജനങ്ങളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പൊതുവിൽ ഇപ്പം ഇറാനിൽ ചെറുതായിട്ടൊന്ന് ഇൻ്റർനെറ്റൊക്കെ ഒന്ന് അൺഫ്രീസ് ചെയ്ത് വന്ന സമയത്താണ് ഈ പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പുറത്തറിയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമേ ബന്ദർ അബ്ബാസ് ആ തുറമുഖം ഇരിക്കുന്നതിന് ബന്ദർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ആദ്യത്തെ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കാണിക്കുന്ന ബിൽഡിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ റെഡ് കളറിൽ കാണിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തിരുന്ന ബിൽഡിംഗ് ആണ് പൊട്ടിത്തെറിച്ചത്. اینجا ساختمان بهارستان هست در خیابان بهارستان واقع در بندر عباس. ساعتی پیش بر اثر یک انفجار شدید همینطور که می‌بینید چند طبقه از این ساختمان تخریب شده و شدت انفجار هم به حدی بوده که به مغازه‌های اطراف آسیب رسانده و چند نفر هم مصدوم شدن. از تعداد جانباختگان هنوز خبری در دست نیست. نیروهای امدادی هم در حال امدادرسانی هستند. ഈ പൊട്ടിത്തെറിച്ചിൽ സംഭവിച്ചത് ഈ പൊട്ടിത്തെറിയുടെ വിവരങ്ങൾ ആദ്യമേ പുറത്തു വന്നപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നത് നേവൽ ഓഫീസർ, ഒരു കമാൻഡർ താമസിച്ചിരുന്ന സ്ഥലമാണിത്. ആ സ്ഥലത്താണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. അയാളെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ ആക്രമണമാവാം എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെയാണ് ആദ്യം പ്രചരിപ്പിച്ചത്. പക്ഷെ പിന്നീട് അതിനെ എതിർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ IRGCയുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ അതിനെ കൗണ്ടർ ചെയ്തുള്ള റിപ്പോർട്ടുകൾ ഇറക്കി. അവർ പറഞ്ഞു ഇത് അങ്ങനെയൊന്നുമില്ല, അതായത് അവിടെ ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണ്, അതിനകത്ത് വേറെ ഒരു ദുരൂഹതകളും ഇല്ല എന്നുള്ള രീതിയിലാണ് IRGC ഇതിനെ ശരിവെച്ച് മുന്നോട്ട് പോയത്. പക്ഷെ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത് വേറൊരു സ്ഥലത്ത് ഇതേപോലെ പൊട്ടിത്തെറി. അതായത് തെഹ്റാനിലെ ഫറാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിനെന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുമെന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കരാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പൊട്ടിത്തെറിക്കുന്നത്. അത് കഴിഞ്ഞ് തുടരെ കോം എന്ന് പറഞ്ഞ ആ ഒരു നഗരത്തിൽ 3 പൊട്ടിത്തെറി. അതിനെ തുടർന്ന് തബ്രീസിൽ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ 5 സിറ്റികളിലാണ് പൊട്ടിത്തെറി ഇന്നലെ സംഭവിച്ചത്. ശരിക്കും ഇതിനകത്ത് ആളപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചുള്ള എക്സാക്ട് ഫിഗർ ഒന്നും അറിയത്തില്ല. അതാണ് സംഗതി. ഇറാൻ ആണെങ്കിൽ ഈ വിഷയത്തിനെ തുടർന്ന് വേറെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതായത് ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓപ്പോണൻസ്, ഞങ്ങളുടെ എതിരാളികൾ ചെയ്ത പരിപാടിയാണ്, തീർച്ചയായിട്ടും ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോഴും ശക്തരാണ്, ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നുള്ള നിലയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് 2 മിസൈലൊക്കെ വിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തി, ഡ്രോണൊക്കെ പറപ്പിച്ചു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതിനകത്ത് തെഹ്റാൻ്റെ ഉള്ളിൽ നടന്ന പൊട്ടിത്തെറിയിൽ ഏതോ 2 ഡ്രോൺ വന്ന് ആക്രമണം നടത്തിയതായിട്ട് വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യസന്ധമായ വസ്തുത എന്താണെന്നുള്ളത് ഇറാൻ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. ആ വീഡിയോയിൽ ഷൂട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ആണ് പുറത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ആ വീഡിയോയിൽ 2 ഡ്രോൺ ഇമേജസ് ആ പുകമണ്ഡലങ്ങൾക്കിടയിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി ഏജൻസി വഴി നടത്തിയ ആക്രമണമാണോ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ സ്വമേധയാ അവിടെ ബോംബ് വെച്ച് പൊട്ടിക്കാനൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ ആരുടെയൊക്കെയോ കൈകളുണ്ട്. തീർച്ചയായിട്ടും ഈ പൊട്ടിത്തെറികൾക്ക് പിന്നിൽ ശക്തമായ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ട്. റേസ പെലവിയെ അനുകൂലിക്കുന്ന റേസ പെലവി പ്രൊട്ടസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നാണോ, അല്ലെങ്കിൽ ഈ ഇറാഖിന്റെ ബോർഡറിൽ നിന്നുള്ള കുർദ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സൈഡിൽ നിന്നാണോ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദിന്റെ കീഴിൽ നിന്നാണോ, അല്ലെങ്കിൽ അമേരിക്കൻ ചാരന്മാരാണോ, ഇതൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം തന്നെ ഇറാൻ സംശയപരിധിയിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ആണെങ്കിൽ റോയിട്ടേഴ്സിന് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. അതായത് ഞങ്ങൾക്കും ഈ പൊട്ടിത്തെറിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല, ഇനി റോയിട്ടേഴ്സ് ഇസ്രായേലാണ് ഇതാണെന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇനി അവസാനം അത് പുലിവാലാവണ്ട എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ആദ്യമത്തിന് മുൻകൂട്ടി ഒരു മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. പറഞ്ഞു ഞങ്ങൾക്കും ഈ പൊട്ടിത്തെറിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെ തുടർന്ന് ഇറാൻ ആണെങ്കിൽ ഇസ്രായേലിനെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപ് ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന കൊലപാതകങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ഏറ്റവും കൂടുതൽ കർശനമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെ തുടർന്ന് ഇപ്പം അബ്ബാസ് അറക്ചി തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതായത് ഈ പ്രൊട്ടസ്റ്റിൽ കൊല്ലപ്പെട്ടത് നിങ്ങൾ പറയുന്ന പോലെ 20,000, 30,000, 40,000 ഒന്നും അല്ല, അതൊക്കെ വെറും ഫേക്ക് നെറേറ്റീവ്സ് ആണ്. പ്രൊട്ടസ്റ്റിൽ കൊല്ലപ്പെട്ടത് വരും 3176 ആൾക്കാരാണ്. 3100 തന്നെ ഏറ്റവും കൂടുതലല്ലേ? ഒരു പ്രതിഷേധത്തിൽ പൊതുജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തിട്ട് 3000 പേരെ കൊലപ്പെടുത്തിയിട്ടാണ് അവർ പറയുന്നത് 3000 പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം
ഇങ്ങനെ വെടിവെച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമല്ല. കാരണം IRGCക്കെതിരെ പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞാൽ അവരെ ലീഗലി കൊല്ലാനുള്ള വകുപ്പ് ഇറാനിലുണ്ട്. അതാണ് അവർ ചെയ്യുന്നത്. അതിനെ അവർ നിയമം എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഉയർന്ന മാനവികത എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സാധാരണ മാനവികത അവർക്ക് ബാധകമല്ല. അതാണ് അവർ പറഞ്ഞു വരുന്നത്. ഞങ്ങളാണ് ശരി എന്ന് അവർ പൊതുസമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അബ്ബാസ് അരക്ചിയൊക്കെ ഇത് പറഞ്ഞു പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എനിവേ, ഈ അബ്ബാസ് അരക്ചി തന്നെ ഓപ്പണായിട്ട് 3000 സംതിങ് പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരവധി പേര് അവിടെ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവർക്ക് 3000 സമ്മതിക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ അവർ 3 പേരെ മരിച്ചോളൂ എന്ന് പറഞ്ഞേനെ. അമേരിക്ക കുറെ നാളുകൊണ്ട് വാർഷിപ്പുകളെ കൊണ്ട് ഇറാന്റെ തൊട്ടടുത്ത് ഡോക്ക് ചെയ്ത് വെച്ചിട്ട് ഇവര് ഇങ്ങനെ ഞങ്ങൾ ഇന്നടിക്കും നാളെ അടിക്കും വാണിംഗ് താക്കീത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരെ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഉള്ളിൽ നിന്നും ഇറാന്റെ നേവൽ ഓഫീസർ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അമേരിക്കക്കെതിരെ. ഞങ്ങൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും ഞങ്ങളെ തൊട്ടാൽ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ സാഹചര്യത്തിൽ അമേരിക്ക പറഞ്ഞിരുന്നു ഞങ്ങൾ വെനിസുല മോഡൽ ആക്രമണമാണ്, അതുപോലെ ആയത്തുൽ അലി ഖമനേയിയെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾ കൃത്യമായിട്ട് പൊക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ആയത്തുൽ അലി ഖമനേയി വെള്ളിയാഴ്ചത്തെ പ്രയറിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രയർ ലീഡ് ചെയ്തിട്ടുണ്ട്, പ്രയർ നയിച്ചിട്ടുണ്ട്, ഇമാമായിട്ട് നിന്ന് ആ പ്രയർ നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ആയത്തുൽ അലി ഖമനേയിയെ തിരഞ്ഞെടുക്കാണ് അമേരിക്ക. ആയത്തുൽ ഖമനേയി അവിടെ തന്നെയുണ്ട് ഇറാനിൽ. പുള്ളിക്കാരൻ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നും അമേരിക്കക്കെതിരെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം അമേരിക്ക ആരെയാണോ തിരയുന്നുള്ളത് നമുക്ക് ഒരു പിടുത്തമില്ല എന്നുള്ള അവസ്ഥയാണ്. ട്രംപ് ആണെങ്കിൽ ഇന്നലെ പറയുന്നത് കേട്ട് മിലിറ്ററി ഓപ്പറേഷൻ വേണ്ടി വരില്ല ഒരു പക്ഷേ ഇറാനുമായിട്ട് അവർ ചർച്ചയ്ക്ക് തയ്യാറാകുകയാണ് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി പറയുന്നത് റെജീം ചേഞ്ച്, നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? റെജീം ചേഞ്ച് നടത്തുക എന്നുള്ളത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. ഞങ്ങൾ ഇതിന് മുമ്പുള്ള മിസ്റ്റേക്കുകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ പാളിച്ചകളൊന്നും ഞങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവില്ല. അതുകൊണ്ട് റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ലീഡറിനെ നിങ്ങൾ എടുത്തു കളഞ്ഞാലോ റിമൂവ് ചെയ്താലോ എലിമിനേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലോ അങ്ങനെ പൊട്ടി വീഴുന്നതല്ല ഇറാന്റെ IRGC ഭരണകൂടം. ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുണ്ട്. വി ആർ ഡീപ്ലി റൂട്ടഡ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റെജീം ചേഞ്ച് ഒന്നും നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട എന്നുള്ള നിലയിലുള്ള കൗണ്ടർ സ്റ്റേറ്റ്മെന്റുകൾ ഇറാന്റെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം അമേരിക്കയ്ക്ക്? റഷ്യയിൽ നിന്നും 4 കാർഗോ ഷിപ്പുകൾ ഇറാന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എന്ത് അൺലോഡ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ നിന്നും ബോയിങ് 747 എന്ന് പറഞ്ഞ ഒരു കാർഗോ എയർക്രാഫ്റ്റ് ഇറാനിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് ചൈനയിലേക്ക് പോയി, ചൈനയിൽ നിന്നും മടങ്ങി വീണ്ടും ഇറാനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യുറേനിയം എല്ലാം 400 kg എൻറിച്ച്ഡ് യുറേനിയം ഒരുപക്ഷെ ചൈനയുടെ പക്കൽ ഇറാൻ കൊടുത്തു വയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഡൗട്ടും കൂടി ഇപ്പം രൂപപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ബോയിങ് 747 ഇവർ ഇതായിരിക്കുമോ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളൊരു നിഗമനമുണ്ട്. അതല്ലാതെ ചൈന കുറെ ആയുധങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കയറ്റി അയച്ചിട്ടുണ്ടാവാം എന്നുള്ള നിഗമനവും ഉണ്ട്. ഈ രീതിയിൽ 2 തരത്തിൽ ഈ അഭിപ്രായമുണ്ട് ഈ ബോയിങ് 747 ഷട്ടിൽ സർവീസിനെ കുറിച്ച്. ഈ മാപ്പിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഒന്നെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ജോർദാന്റെ എയർബേസ് ആണ്. ഇതിൽ 4 സൂചിപ്പിച്ചിരിക്കുന്നത് അൽ-ഉദൈദ് എയർബേസ് ആണ്. പിന്നെ അതിൻ്റെ നടുക്ക് 2, 3 ബഹ്റൈൻ, സൗദി ഈ 2 എയർബേസുകളുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 1ഉം 4ഉമാണ് ഏറ്റവും കൂടുതൽ നിരീക്ഷണ വലയത്തിലുള്ളത്. കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇറാൻ. പക്ഷേ അതേസമയം ഡീഗോ ഗാർസിയയും അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് കാരിയേഴ്സും ഇതാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന മറ്റു പ്ലാറ്റ്ഫോമുകൾ. അതുപോലെ തന്നെ സൗദിയിൽ F-22 എയർക്രാഫ്റ്റുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അമേരിക്ക ആണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും പുറത്തു വിടുന്നില്ല, എല്ലാം തന്നെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിനിമം നമ്പേഴ്സാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രമണ സമയത്ത് മാത്രമേ അവർ യഥാർത്ഥത്തിലുള്ള അവർ പ്രകടിപ്പിക്കുകയുള്ളൂ. അതുവരെ അവർ ലോ പ്രൊഫൈൽ ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറയും, ഡയലോഗ് അടിക്കും, 15 എയർക്രാഫ്റ്റാണ് വെച്ചിരിക്കുന്നതൊക്കെ പറയും. പക്ഷെ അവിടെയൊക്കെ 150 എയർക്രാഫ്റ്റ് ഒക്കെ റെഡി പൊസിഷനിൽ വെക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയാണ്. ഇതാണ് ഇറാന്റെ അവസ്ഥ. കാരണം കുറെ സമയം ഇന്നലെ ജനങ്ങൾ മൊത്തം പാനിക്കായിരുന്നു. അമേരിക്ക ഒരു പക്ഷേ ആക്രമണം തുടങ്ങിയോ എന്ന് വരെ സംശയിക്കുന്ന തരത്തിലായിരുന്നു ഇറാന്റെ ഉള്ളിലെ ഒരു പാനിക് സിറ്റുവേഷൻ. പക്ഷേ ഇപ്പം ഇച്ചിരി സമീപനം പാലിച്ച് ജനങ്ങളൊക്കെ ഇച്ചിരി സമാധാനത്തിൽ ഇരിപ്പുണ്ട്. അതായത് ഇത് ഇന്റർണലി ഉണ്ടായ പൊട്ടിത്തെറിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം. ഇനിയിപ്പോൾ നേരെ നമ്മൾ പാകിസ്ഥാനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ വാർത്തയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു 41 ഭീകരരെ വധിച്ചു എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ആർമി ഭയങ്കരമായിട്ടുള്ള സീക്രട്ട് ഓപ്പറേഷൻ നടത്തി എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനം നടത്തിയിട്ട് ഇപ്പോൾ കുറച്ച് സമയം ആയതേ ഉള്ളൂ. അപ്പോഴേക്കും ബലൂചിസ്ഥാൻ മേഖലയിലേക്ക്, ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺഖ്വ ജോയിൻ ചെയ്യുന്ന ഏരിയയിലാണ് ഇവർ ആക്രമണം നടത്തിയത്.
ബലൂചിസ്ഥാനികൾക്കെതിരെയാണ് ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ഇവർ 41 തെഹരിക്ക് താലിബാനികളെയാണ് ഇവർ ആക്രമിച്ചത്. പക്ഷെ അതിൽ ബലൂചിസ്ഥാനികളും പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബലൂചിസ്ഥാനികൾ ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ അഴിച്ചുവിടുകയാണ്. അത് ചെറിയ ആക്രമണമല്ല, പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ വൻ പൊട്ടിത്തെറിയാണ്. അതേപോലെ ഇവർ സ്വയമേ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒരു മിലിറ്ററി ക്യാമ്പിൽ കയറി ചെന്നിട്ട് സ്വയമേ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ബാങ്കുകൾ കൊള്ളയടിച്ചിട്ടുണ്ട്, ബാങ്ക് അടിച്ച് തകർത്തിട്ടുണ്ട്, ആ ബാങ്ക് ജീവനക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്വറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബലൂചിസ്ഥാനികൾ BLA ആർമി ഈ പരിപാടികൾ മൊത്തം കാണിച്ചു കൂട്ടിയത്, ഈ ആക്രമണങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ ഗ്വാദാർ പോർട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഗ്വാദാർ പോർട്ട് എന്ന് പറയുന്നതാണ് ചൈന ബിൽഡ് ചെയ്തെടുത്ത പോർട്ട്. ആ പോർട്ടിലേക്ക് പോയി അവിടെയും ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 200-ലധികം പാകിസ്ഥാൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള നിഗമനങ്ങളും വാർത്തയുമാണ് പുറത്തു വരുന്നത്. ഇനി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മിലിറ്ററി ക്യാമ്പിന്റെ അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വെടിവെപ്പ് നടന്നിട്ടുണ്ട്. അപ്പം അതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ബലൂചിസ്ഥാനികളെക്കാളും ഏറ്റവും കൂടുതൽ പാക് ആർമി ഉദ്യോഗസ്ഥർക്കാണ് ഇതിനകത്ത് കാഷ്വാലിറ്റി കൂടുതൽ. ഇനി നമ്മൾ നേരെ ഗാസയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അൽ മൊവൈസി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഖാൻ യൂനിസിൽ ഇസ്രായേൽ ക്യാമ്പിൽ, ഈ അൽ മൊവൈസി എന്ന് പറഞ്ഞ ഈ ക്യാമ്പിലാണ് അറ്റാക്ക് നടത്തിയത്. അതുപോലെ തന്നെ ഗാസയിലുള്ള ഒരു പോലീസ് സ്റ്റേഷന്റെ മേളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പം ഈ ക്യാമ്പിൽ അറ്റാക്ക് നടത്തിയതിൽ 28 പേരാണ് ഈ ഒരു ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രണ്ടാം ഘട്ട സെക്കൻഡ് ഫേസ് ഗാസ ബോർഡ് ഓഫ് പീസ് ഒക്കെ ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതായത് നിരന്തരം ട്രംപിനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ, ഇങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇനി എത്ര ബോർഡ് ഓഫ് പീസ് ട്രംപ് പ്രഖ്യാപിച്ചാലും ഇസ്രായേലിന്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ നടത്തിയ ആക്രമണം. ഇന്ന് മുതൽ ഈജിപ്റ്റ് റഫ ബോർഡർ തുറന്നു വിടാം. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിനെ തുടർന്ന് റഫ ബോർഡർ തുറക്കുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ സഹായം, ഇതേപോലത്തെ എയ്ഡ് ട്രക്കുകളൊക്കെ ഗാസയ്ക്കുള്ളിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഇനി ഭക്ഷണത്തിനൊന്നും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാവില്ല എന്ന് ഈജിപ്തും കൂടി ചേർന്ന് തീരുമാനമെടുത്തിരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ഈ അറ്റാക്ക്. അപ്പൊ തീർച്ചയായിട്ടും ഈജിപ്റ്റ് ഇന്ന് റഫ ബോർഡർ തുറക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് നിലവിലെ സാഹചര്യം. ഹെസ്ബുള്ളകൾക്കും നിരന്തരം വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ താക്കീത് കൊടുത്തിരിക്കുന്നത് ഹെസ്ബുള്ള, നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക, ഇസ്രായേൽ നിങ്ങളെ നിരന്തരം വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എവിടെ ആയുധം പതിക്കിയാലും, എവിടെ നിന്ന് നിങ്ങൾ ആയുധം ശേഖരിക്കണമെന്ന് വിചാരിച്ചാലും ഇസ്രായേൽ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഹെസ്ബുള്ളയുടെ മേലുള്ള ആക്രമണങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഉക്രൈൻ ആണെങ്കിൽ ഇന്നലെ ട്രംപ് പുടിനുമായിട്ട് സംസാരിച്ചിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് ഇവിടെ ഈ വിന്റർ സ്റ്റോം ഭയങ്കര ശക്തമായിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഉക്രൈന്റെ മേളിൽ ആക്രമണം നടത്തരുത് എന്നുള്ള നിലയിലുള്ള റിക്വസ്റ്റ് പുടിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഒരുപാട് കാർട്ടൂൺസ് ഇറങ്ങിയിട്ടുണ്ട്. പുടിൻ സമ്മതിച്ചതാണ്. പുടിൻ ഇനി ഉക്രൈന് മേൽ ആക്രമണം നടത്തുന്നില്ല, 10 ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വെക്കുന്ന മാപ്പ് ഒന്ന് കണ്ടോളൂ. ഉക്രൈൻ ഇന്നലെ അങ്ങോട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ റെഡ് കളർ ഡോട്ട് റഷ്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്നതെല്ലാം ഉക്രൈൻ അങ്ങോട്ട് കയറി അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതില് റഷ്യ നല്ല രീതിയിൽ ഇപ്പം ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ തിരിച്ചടിക്കും, ഉറപ്പാണ്, റഷ്യ റിറ്റാലിയേറ്റ് ചെയ്യും. ഈ ഉക്രൈനിലെ സെലൻസ്കിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ഉക്രൈനിലെ സെലൻസ്കിക്ക് ചെയ്തു കഴിഞ്ഞാൽ സെലൻസ്കി അതിനെ എങ്ങനെ വയലേറ്റ് ചെയ്യാം എന്നുള്ളതിൽ നല്ല ട്രെയിനിങ് നേടിയ വിദഗ്ധനാണ്. സെലൻസ്കി ഇപ്പോൾ റഷ്യയുടെ ഉള്ളിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നോക്കിക്കോ, നാളെ റഷ്യ തിരിച്ചടിക്കുമ്പോൾ സെലൻസ്കി പറയുന്നത് കണ്ടോ, ട്രംപിന്റെ ആ വാക്കിന് എന്താണ് വില, ട്രംപ് സംസാരിച്ചിട്ടും പുടിൻ കേട്ടില്ല, ഫേക്ക് ആയിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു, വീണ്ടും ഉക്രൈന്റെ മേളിൽ ആക്രമണം നടത്തുകയാണ് എന്നുള്ള നിലയിൽ നറേറ്റ് ചെയ്യും. ഇത് തന്നെയാണ് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഉക്രൈൻ റഷ്യ അടിച്ചത് ഇപ്പൊ വെസ്റ്റേൺ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്തയാക്കില്ല. ഇന്ന് റഷ്യക്കുള്ളിൽ ഉക്രൈൻ ഓൾറെഡി തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനുള്ള തിരിച്ചടി റഷ്യ തീർച്ചയായിട്ടും കൊടുക്കും. ആ സമയത്തായിരിക്കും ഇമാതിരിപ്പെട്ട നെറേറ്റീവ്സ് ഒക്കെ സെലൻസ്കി ഇറക്കുന്നത്. ഇതാണ് നിലവിലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്ന അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറേ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.